ഹലോ ഡേസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 4th 6th സെമസ്റ്ററുകളിൽ BA സോഷ്യോളജി വിഭാഗം വിദ്യാർത്ഥികൾക്ക് കോമൺ ആയിട്ട് പഠിക്കാനുള്ള അർബൻ സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. ഈ അർബൻ സോഷ്യോളജി അല്ലെങ്കിൽ അർബൻ ഏരിയയുമായി റിലേറ്റ് ചെയ്ത കൺസെപ്റ്റുകളാണ് ഈ യൂണിറ്റിൽ നമുക്ക് കോമൺ ആയിട്ട് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ചെയ്തതാണ്. ഇനി ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണം, ഗ്രാമത്തിനും വലിയ നഗരത്തിനും ഇടയിലുള്ള ഒരു ജനവാസ മേഖലക്കാണ് ടൗണ്, പട്ടണം എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ സിറ്റിയല്ല, എന്നാൽ ഗ്രാമമല്ല, അങ്ങനെയല്ല. അപ്പോൾ ഗ്രാമമല്ല, വലിയ നഗരമല്ല, ഇടയിലുള്ള ഗ്രാമങ്ങളെക്കാൾ വലുതാണെങ്കിലും ബന്ധങ്ങളുടെ ഗ്രാമീണ സ്വഭാവം ഇതിലുണ്ടാവും. സെൻസസ് പ്രകാരം കുറഞ്ഞത് 5000 ജനസംഖ്യയുള്ള പ്രദേശം, 1,00,000 ജനസംഖ്യ ഉണ്ടെങ്കിൽ അത് സിറ്റി ആയിട്ട് മാറും. 1901 സെൻസസ് പ്രകാരം എല്ലാ മുനിസിപ്പാലിറ്റികളും സിവിൽ ലൈനുകളും കുറഞ്ഞത് 5000 ജനസംഖ്യയുള്ളതും പ്രൊവിഷണൽ സൂപ്രണ്ട് പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള മേഖലകൾ ഭരണ സൗകര്യത്തിന് മുൻഗണന. ഇതായിരുന്നു 1901. 1961 ഇതിൻ്റെതെന്ന് പറയുന്നത് എല്ലാ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും കണ്ടോൺമെൻറ്റുകളും നോട്ടിഫൈഡ് ഏരിയകളും അതുപോലെ 3 മാനദണ്ഡങ്ങൾ തൃപ്തിപ്പെടുത്തുക. ഇത് മറ്റ് പ്രദേശങ്ങൾ, ഇത് കുറഞ്ഞത് 5000 ജനസംഖ്യ, കുറഞ്ഞത് 75% പുരുഷ തൊഴിലാളികൾ കർഷകേതര ജോലിയിൽ ആയിരിക്കണം, ചതുരശ്ര കിലോമീറ്ററിന് കുറഞ്ഞത് 400 ജനസാന്ദ്രത എന്നിങ്ങനെ. 1981-91 വർഷങ്ങളിൽ വനം പ്ലാന്റേഷൻ തുടങ്ങിയിട്ടുള്ള കാർഷിക മേഖലയാക്കി 1991 മുതൽ സെൻസസ് ഡയറക്ടറുടെ പ്രത്യേക വിവേചന അധികാരം എടുത്തു മാറ്റി. ഇതിൻ്റെ ക്ലാസിഫിക്കേഷന് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ടൗൺസ്, സംസ്ഥാന നിയമങ്ങൾ വഴി മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, നഗർ പരിഷത്ത്, നഗർ പഞ്ചായത്ത്, കന്റോൺമെൻറ്റ് ബോർഡ് എന്നിവയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പ്രദേശങ്ങളെയാണ് പറയാം. രണ്ടാമത്താണ് സെൻസസ് ടൗൺ. ഔദ്യോഗികമായിട്ട് ഗ്രാമപഞ്ചായത്തുകൾക്ക് കീഴിലാണെങ്കിലും സെൻസസിൻ്റെ 3 മാനദണ്ഡങ്ങൾ 5000+ ജനസംഖ്യ, 75% കാർഷികേതര തൊഴിൽ, 400 ജനസാന്ദ്രത തൃപ്തിപ്പെടുത്തുമ്പോൾ ഗ്രാമങ്ങൾ എന്താണ്, ഇവക്ക് നഗരഭരണ സംവിധാനം ഇല്ലാത്തതിനാൽ അടിസ്ഥാന സേവനങ്ങൾ ഇതിനൊരു കുറവുണ്ടാകും. ഇങ്ങനത്താണ് സെൻസസ് ടൗൺ എന്ന് പറയുന്നത്. മറ്റൊന്ന് അർബൻ ഔട്ടർ ഗ്രോത്ത്സ്, ഈ നഗര അതിർത്തിക്ക് പുറത്തുള്ളത്, എന്നാൽ പക്ക റോഡുകൾ, വൈദ്യുതി, കുടിവെള്ളം, സ്കൂള് തുടങ്ങിയിട്ടുള്ള നഗര സൗകര്യങ്ങളുള്ളതുമായിട്ടുള്ള അനുബന്ധ ഭാഗങ്ങൾ. അതായത് ഇപ്പോൾ നഗരത്തിൻ്റെ ഔട്ടർ ഏരിയയിലൊക്കെ വരുന്ന റെയിൽവേ കോളനികൾ, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ, മിലിറ്ററി ക്യാമ്പ്, പോർട്ട് ഏരിയകളൊക്കെ. മറ്റൊരു കൺസെപ്റ്റാണ് അർബൻ അഗ്ലമറേഷൻ. 1971 മുതൽ നിലവിൽ വന്ന പ്രയോഗമാണ്. ഒരു പ്രധാന ടൗണും അതിനോട് ചേർന്ന് കിടക്കുന്ന ഔട്ടർ ഗ്രോത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ടൗണുകൾ കൂടിച്ചേർന്ന് തുടർച്ചയായിട്ടുള്ളൊരു, അതായത് ഇപ്പോൾ നഗരത്തിന് പുറത്ത് 2 ഔട്ടർ ഏരിയസൊക്കെ കൂടിച്ചേരുകയാണെങ്കിൽ അങ്ങനെ പറയാം. ആകെ ജനസംഖ്യ 20,000 വേണം. ഒരു സ്റ്റാറ്റ്യൂട്ടറി ടൗണെങ്കിലും ഇതിൽ ഉൾപ്പെടണം. സ്റ്റാറ്റ്യൂട്ടറി ഡിലേസ് അല്ലെങ്കിൽ ഗ്രോത്ത് അനാലിസിസ്, അതായത് ഈ ഗ്രാമീണ വികസന ഫണ്ടുകൾ ലഭിക്കുന്നത് നിലയ്ക്കുമെന്ന ഭയവും നഗര സേവനങ്ങൾക്ക് നൽകാനുള്ള സാമ്പത്തിക ബാധ്യത സംസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നതുകൊണ്ടാണ് ഇത് ഈ സ്റ്റാറ്റ്യൂട്ടറി ടൗണുകളാകാൻ സംസ്ഥാനങ്ങൾ വൈകിക്കുന്നതിൻ്റെ കാരണം. അതായത് ചിലതൊക്കെ ടൗണാക്കാൻ വൈകിക്കാനുള്ള കാരണം. സെൻസസ് ടൗണുകളിൽ 2001 മുതൽ 2362 ആയിരുന്നു. 2011 അത് 3894 കാരണം അത്രയും വലിയൊരു വർധനവുണ്ടായി. ഇനി ഇന്ത്യയിലെ പട്ടണങ്ങൾ ഓരോന്നും ചേഞ്ചസും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ടൗണ് 2001 3799, 11 4041 ഓരോന്നും നോക്കാം. നമ്മൾ ഈ പറഞ്ഞ ഓരോ കൺസെപ്റ്റും ഒരുപാട് വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിലെ ക്ലാസിഫിക്കേഷൻ ഈ ടേബിളിലൂടെ നിങ്ങൾ ഇതിനൊപ്പം നോക്കി വെക്കുക. പിന്നെ ഇതിൽ നമ്മൾ ഓൾറെഡി ഇത് പറയാനുള്ളത് തന്നെയാണ്. മറ്റൊന്ന് മെട്രോപോളിസ്, ഗ്രീക്ക് പദങ്ങളായിട്ടുള്ള മെറ്റർ അല്ലെങ്കിൽ മദർ പ്ലസ് പോളിസ്, മദർ സിറ്റി, പുരാതന കാലത്ത് സാമ്രാജ്യങ്ങളുടെ ഭരണകേന്ദ്രങ്ങളായിരുന്നു. ഇന്ത്യൻ മാനദണ്ഡ പ്രകാരം മെട്രോപോളിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000-ലധികം 10 ലക്ഷം ജനസംഖ്യ നഗരങ്ങളാണ് പറയാം. സെൻസസ് 2001 കണക്ക് പ്രകാരം 35 ദശലക്ഷം പ്ലസ് നഗരങ്ങൾ. ആകെ ജനസംഖ്യയുടെ 37.8%. ഏറ്റവും ചെറുത് രാജ്കോട്ടായിരുന്നു, ഏറ്റവും വലുത് ഗ്രേറ്റർ മുംബൈ. ഇന്ത്യയിൽ 4 തരത്തിലാണ് ഇതിൻ്റെ തരംതിരിവ് വരുന്നത്. മെട്രോപോളിസിൻ്റെ ഒന്ന് 1 മുതൽ 1,99 ദശലക്ഷം, രണ്ടാമത്തെ 2 to 4.99, മൂന്നാമത്തെ 5 to 9.99, നാലാമത്തെ 10 ദശലക്ഷം അതിൻ്റെ മുകളിലും വരുന്നത്. 2001 6 മെഗാ സിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത്: ഡൽഹി, ഗ്രേറ്റർ മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്. മറ്റൊന്നാണ് മെട്രോപൊളിറ്റൻ സിറ്റി.
അതുപോലെ കോസ്മോപൊളിറ്റൻ സിറ്റീസ്. മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസാന്ദ്രത ഏറിയ കേന്ദ്രവും അതിനു ചുറ്റും സാമൂഹികമായും സാമ്പത്തികമായും ബന്ധപ്പെട്ട് കിടക്കുന്ന സബർബൻ ഗ്രാമീണ മേഖലകളുള്ള വലിയ നഗരങ്ങളെയാണ് പറയാം. കോസ്മോപൊളിറ്റൻ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ വസിക്കുന്ന ഭാഷ, മതം, ഭക്ഷണം, ജീവിത രീതി എന്നിവയിൽ കടുത്ത വൈവിധ്യമുള്ള നഗരം. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ മുംബൈയിൽ പോയി കഴിഞ്ഞാൽ വ്യത്യസ്ത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളെ കാണാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പം അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾ വസിക്കുന്ന ഈ ഭാഷ, അങ്ങനെ വൈവിധ്യമുള്ള ഒരു നഗരത്തിനെയാണ് കോസ്മോപൊളിറ്റൻ സിറ്റി എന്ന് പറയാം. പിന്നെ ഈ മെട്രോപൊളിറ്റൻ റീജിയൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഗതാഗതത്തിൻ്റെയും സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായ പ്രധാന സിറ്റിയാണ്. നൂതന വ്യവസായങ്ങളും സേവനങ്ങളും ഉണ്ടാവും. വികസിത റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ. ഡിർക്ക് ബ്രോഞ്ചറിൻ്റെ വർഗീകരണ പ്രകാരം കുറഞ്ഞത് 1 ദശലക്ഷം ജനസംഖ്യ ഉണ്ടാവണം. ചതുരശ്ര കിലോമീറ്ററിന് കുറഞ്ഞത് 2000 ജനസാന്ദ്രത. മോണോസെൻട്രിക് ഘടനയായിരിക്കും ഉണ്ടാവുക. മറ്റൊന്നാണ് മെഗലാപോളിസ്. ഗ്രീക്ക് വാക്കർത്ഥം ഗ്രേറ്റ് സിറ്റി എന്നുള്ളതാണ്. ഗ്രീക്ക് വാക്കാണ്. ജീൻ ഗോട്ട്മാന് അനേകം മെട്രോപൊളിറ്റൻ പ്രദേശങ്ങളും നഗരങ്ങളും കോണർബേഷൻസും കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന കൂറ്റൻ നഗര ശൃംഖലയാണ് ഇത്. അമേരിക്കയിലെ ബോസ്റ്റൺ മുതൽ വാഷിങ്ടൺ DC വരെ നീളുന്നതാണ് ഇത് ഉദാഹരണമായിട്ട് പറയുന്നത്. പിന്നെ ഗതാഗത കുരുക്ക്, വായു മലിനീകരണം, കെട്ടിടങ്ങളുടെ പഴക്കം, അമിത ജനസാന്ദ്രത, ഇതൊക്കെയാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. മറ്റൊന്നാണ് സബർബ്. 1850കളിൽ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതോടെ നഗരങ്ങളിലെ തിരക്കിൽ നിന്നും ഉയർന്ന ജീവിത ചെലവിൽ നിന്നും മാറി ജീവിക്കാൻ ആളുകൾ നഗര കേന്ദ്രങ്ങൾക്ക് തൊട്ടു പുറത്തായി രൂപപ്പെടുത്തിയിട്ടുള്ള പാർപ്പിട മേഖലകളാണ്. മാർക്ക് ബാൾഡസാരെ അമേരിക്കൻ സബർബുകളിലെ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് പഠനം നടത്തി. ഇന്ന് സബർബുകൾ വെളുത്ത വർഗ്ഗക്കാരുടെ മധ്യവർഗം മാത്രമല്ല, ദരിദ്രരും കുടിയേറ്റക്കാരും ആഫ്രോ അമേരിക്കക്കാരൊക്കെ വസിക്കുന്ന സങ്കീർണ മേഖലകൾ കൂടിയാണ്. ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മുംബൈ, കൊൽക്കത്ത, ചെന്നൈ എന്നീ നഗരങ്ങൾ ലോക്കൽ റെയിൽവേ ശൃംഖലയുമായി സബർബുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ സബർബൻ ട്രെയിനുകളൊക്കെ ഇത്തരത്തിലുള്ളതാണ്. മറ്റൊരു കൺസെപ്റ്റാണ് എക്സർബ്. എക്സർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബർബൻ മേഖലക്കും അപ്പുറത്ത് നഗരപ്രദേശങ്ങളുടെ അതിർത്തിയിൽ കിടക്കുന്നത്, എന്നാൽ സാമ്പത്തികമായിട്ട് നഗരവുമായി ദൃഢമായി ബന്ധപ്പെട്ടിരിക്കുന്ന പാർപ്പിട മേഖലകൾ. നഗര കേന്ദ്രങ്ങളിൽ നിന്ന് 50-70 മൈൽ അകലെ ആയിരിക്കും. സബർബുകളേക്കാൾ ജനസാന്ദ്രത കുറവാണെങ്കിലും ഗ്രാമങ്ങളെക്കാൾ ഇവിടെ കൂടുതലായിരിക്കും. യൂറോപ്യൻ പ്രയോഗം അനുസരിച്ച് യൂറോപ്പിൽ ഇതിനെ പെരി അർബൻ ഏരിയാസ് അല്ലെങ്കിൽ അർബൻ ഫ്രിഞ്ച് എന്ന് വിളിക്കും. കർഷക ഭൂമിയും വനങ്ങളും നശിക്കുന്നു. ഉയർന്ന ഊർജ ഉപഭോഗം, കാർ ആശ്രിതത്വം മൂലം അന്തരീക്ഷ മലിനീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാനുള്ള ഉയർന്ന ചെലവ്. ഇപ്പോൾ ഇന്ത്യയിൽ പോയി ഡൽഹിക്ക് സമീപമുള്ള മനേസർ, ചെന്നൈക്ക് സമീപമുള്ള ശ്രീപെരുമ്പത്തൂര്, കൊൽക്കത്തയിലെ രാജാഘട്ട്, ഇതൊക്കെ ഇതിനൊരു ഉദാഹരണമായിട്ട് പറയാം. കേരളത്തിലെ നഗരവൽക്കരണത്തെക്കുറിച്ചാണ് നെക്സ്റ്റ് ഇതിൽ പഠിക്കാനുള്ളത്. വളരെ വേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ജില്ലാടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും ഉയർന്ന നഗര ജനസംഖ്യാനുപാതം എറണാകുളത്ത് 68.1, ഏറ്റവും കുറഞ്ഞ ജനസംഖ്യാനുപാതം വയനാട് 3.8. സെൻസസ് ടൗണുകൾ 2001 99 സെൻസസ് ടൗൺ ഉണ്ടായിരുന്നത് 2011 461 തൃശ്ശൂർ 139 ടൗണുകൾ. ആകെ ടൗണുകളിൽ 60% തൃശ്ശൂർ, കണ്ണൂർ, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണുള്ളത്. 1 ദശലക്ഷത്തിലധികം നഗരജനസംഖ്യയുള്ള ജില്ലകൾ 8 ജില്ലകളാണ്. അതുപോലെ ഈ സബർബ്, എക്സർബ് കേരളത്തിൽ കേരള മോഡൽ വേറിട്ട് നിൽക്കുന്ന വലിയ നഗരങ്ങൾക്ക് പകരം ഗ്രാമങ്ങളും നഗരങ്ങളും ഇടകലർന്ന് കിടക്കുന്ന തുടർച്ചയായിട്ടുള്ളൊരു നഗര ശൃംഖലയാണുള്ളത്. കേരളത്തിലെ എക്സർബുകൾ കൊച്ചിക്ക് സമീപമുള്ള അങ്കമാലി, പെരുമ്പാവൂർ, തിരുവനന്തപുരം, കൊല്ലം നഗരങ്ങൾക്ക് സമീപമുള്ള അടൂര്, ചെങ്ങന്നൂർ എന്നിവ IT ജീവനക്കാരും മധ്യവർഗവും പാർപ്പിടത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന എക്സർബൻ മേഖലകളായിട്ട് വേഗത്തിൽ വളരുന്നു. ഇവരുടെ വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഗതാഗത കുരുക്ക്, ഭൂമിയുടെ മേലുള്ള കടുത്ത സമ്മർദ്ദം, പരമ്പരാഗത കാർഷിക വൃത്തികളുടെ തകർച്ച, ഇതൊക്കെയാണ് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. നമ്മളതിൻ്റെ സമ്മറി കൂടി നോക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ സമ്മറി കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ നോക്കുക. ഇവിടുത്തെ ഇടയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. താങ്ക് യു.